ഓക്കെ, അടുത്ത നമുക്ക് ഡെസിമൽസിനെ പെർസെൻറ്റേജ് ആക്കാം. കൺവേർട്ട് ദീസ് ഡെസിമൽസ് ടു പെർസെൻറ്റേജസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കണക്ക് 3.7. 3.7 നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയാമോ? 37 ഡിവൈഡഡ് ബൈ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. 1 കഴിഞ്ഞ് അത്രയും 0 ഇട്ട് കൊടുക്കുക. 37/10 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 10 ഔട്ട് ഓഫ് 10 സിക്കൽ ടു 37. ശരിയാണോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 1 എത്ര ആയിരിക്കും? 37/10. ഔട്ട് ഓഫ് 100 എത്ര ആയിരിക്കും? സിക്കൽ ടു ഔട്ട് ഓഫ് 1 എത്ര ആണോ ഇൻറ്റു 100. ഔട്ട് ഓഫ് 1 ഇത്രയായിരുന്നു ഇൻറ്റു 100. ഈ പോയിന്റ് ഇത് നമുക്ക് വെട്ടാം. 37 × 10 എത്ര വന്നു? 370. ഔട്ട് ഓഫ് 100 അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ്. മനസ്സിലായോ? അപ്പം ഇത് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. 1 കഴിഞ്ഞ് അത്ര 0 ഇട്ട് കൊടുത്ത് അതിന് ഫ്രാക്ഷൻ ആക്കി എഴുതുക. ഡെസിമൽസ് വരുമ്പം അതിനെ പെർസെൻറ്റേജസ് ആക്കാൻ എളുപ്പം. നമുക്ക് എന്താണ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് അത്രയും 0 ഇട്ട് കൊടുത്ത് 1 കഴിഞ്ഞ് അത്രയും 0 ഇട്ട് കൊടുത്ത് അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ഓക്കെ, അടുത്ത ഒരെണ്ണം ഡെസിമൽ 0.15. അതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതുന്നേ? 15 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞിട്ട് 1 2 0 ഇട്ട് കൊടുക്കുക. 15 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഔട്ട് ഓഫ് 100 ഇസ് ഇക്വൽ ടു 15. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പെർസെൻറ്റേജ്. ഔട്ട് ഓഫ് 100 നമുക്ക് കിട്ടിയോ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 15%. ഔട്ട് ഓഫ് 1 നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം ഔട്ട് ഓഫ് 100 നമുക്ക് ഡയറക്റ്റ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഒരു കണക്ക് 1.82. ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതിക്കേ. 182 ഡിവൈഡഡ് ബൈ 100 കിട്ടി. നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 100 ഇക്വൽ ടു 182 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി? 182%. ഇത് ഔട്ട് ഓഫ് 1 കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഓൾറെഡി ഔട്ട് ഓഫ് 100 തന്നെ കിട്ടി. കണ്ടോ? 1.82 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നേ? ഈ പോയിന്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതിനെ 82 നമ്മൾ പറഞ്ഞു. 182 ഡിവൈഡഡ് ബൈ 100. മനസ്സിലായോ? അപ്പോൾ ഔട്ട് ഓഫ് 100 182. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 1 2. ഇനി വേറൊരു ഐഡിയ പറഞ്ഞുതരാം. ഇതൊന്നും ചെയ്യാതെ തന്നെ 2 പോയിന്റ് അപ്പുറത്തോട്ട് മാറ്റി നമ്മളൊരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസറായി. സിക്കൽ ടു ഈ ഡെസിമലിനെ പെർസെൻറ്റേജ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ 1 2 കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 182 അല്ലേ? 1 2 കിട്ടിയ ആൻസർ. ഇത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു കണക്ക് 0.125. 0.125 ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എത്ര എഴുതും? 125 ശരിയല്ലേ? ഡിവൈഡഡ് ബൈ എത്രയാണ്? 1 കഴിഞ്ഞിട്ട് എത്ര 0 ഇട്ട് കൊടുക്കും? 1 2 3. 1 2 3. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 1000 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 1 എത്രയാണ്? 125 ഡിവൈഡഡ് ബൈ 1000. നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട് ഓഫ് 1 നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട് ഓഫ് 100. നമുക്കിതിനെ പെർസെൻറ്റേജ് ആക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 1 എത്രയാണോ? ഔട്ട് ഓഫ് 1 ഇതല്ലേ? ഇൻറ്റു 100. ഇവിടെ ഒരു 0 പോയി, ഇവിടെ ഒരു 0 പോയി, ഇവിടെ ഒരു 0 പോയി, ഇവിടെ ഒരു 0 പോയി. എത്ര കിട്ടി നമുക്ക്? 125 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിവൈഡഡ് ബൈ 10 ആണെന്നുണ്ടെങ്കിൽ അവസാനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കും. ഇവിടെ എത്ര 0 ആണോ അത്രയും മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കും. ഇവിടെ എത്ര 0 ഉണ്ട്? ഒരെണ്ണം. അപ്പോൾ നമ്മൾ ഒരു പ്ലേസ് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇത് ഔട്ട് ഓഫ് 100 അല്ലേ? അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ്. ഇപ്പം നേരത്തെ പറഞ്ഞ എളുപ്പമാർഗ്ഗം ഒന്ന് നോക്കി. ഇതാണ്ട് ഇതല്ലേ ചോദ്യം? ഇതല്ലേ 0.125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1
2 കഴിഞ്ഞിട്ട് 2 പോയിൻറ്റ് റൈറ്റിലേക്ക് മാറ്റി നമ്മളൊരു ഡെസിമൽ പോയിൻ്റ് എടുക്കുക. ഇവിടെ നമ്മൾ 2 പോയിൻ്റ് അപ്പുറത്തോട്ട് മാറ്റുമ്പോൾ എത്രയായി? 1 ഇവിടെ മാറ്റുക, ഇവിടെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12.5%. അപ്പോൾ ഡെസിമലിനെ ഡയറക്റ്റ് പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 2 പ്ലേസ് റൈറ്റിലേക്ക് മാറ്റി പോയിൻ്റ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയ ഉത്തരം? നോക്കി, കണ്ടോ ഈ ഉത്തരവും ഇത് 2 സെയിം അല്ലേ? കാണാമോ? ഇത് 2 സെയിം അല്ലേ? അടുത്ത എത്രയാണ്? 0.75നെ നമുക്ക് പെർസെൻറ്റേജ് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? നമ്മൾ എളുപ്പമാർഗ്ഗത്തിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 2 പോയിന്റ് അല്ലെങ്കിൽ 2 പ്ലേസ് അപ്പുറത്തോട്ട് റൈറ്റിലേക്ക് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വന്നു? 75. എന്നിട്ട് നമ്മളതിനെ പെർസെൻറ്റേജ് ആക്കുക. ഇതാണ് എളുപ്പമാർഗ്ഗം. അല്ലാതെ നമുക്കിതിനെ എങ്ങനെ എടുക്കാം? ഫ്രാക്ഷൻ ആക്കിക്കേ. 75 ഡിവൈഡഡ് ബൈ എത്രയാണ്? 1 2 1 കഴിഞ്ഞിട്ട് 2 0 ഇട്ട് കൊടുക്കുക. 2. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 100 സിക്കൽ ടു 75. ഔട്ട് ഓഫ് 100 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 75%. ഇത് 2 സെയിം അല്ലേ? ഇത് കണ്ട, ഇത് സെയിം ആണ്, ഇത് സെയിം ആണ്. കാണാമോ? ഇത് 2 സെയിം അല്ലേ? കണ്ട. അടുത്ത ഒരെണ്ണം 8.023. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഈസി മെത്തേഡിൽ 2 പ്ലേസ് റൈറ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക, പെർസെൻറ്റേജ് എന്ന് എഴുതുക. ഇനി നമുക്ക് അല്ലാതെ ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം. എങ്ങനെ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുന്നത്? 8023 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞിട്ട് എത്ര പോയിന്റ് ഇട്ട് കൊടുക്കും? എത്ര 0 ഇട്ട് കൊടുക്കും? 1 2 3 3 0 ഇട്ട് കൊടുക്കും. 1 2 3. ശരിയാണോ? അപ്പോൾ നമ്മൾ എന്താ എഴുതി കൊടുത്തു? ഔട്ട് ഓഫ് 1000 ഇസിക്കൽ ടു 8023. ഔട്ട് ഓഫ് 1 ഇസിക്കൽ ടു 8023 ഡിവൈഡഡ് ബൈ 1000. നമുക്ക് ഔട്ട് ഓഫ് 1 നമുക്ക് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഔട്ട് ഓഫ് 100 ഇസിക്കൽ ടു 8023 ഡിവൈഡഡ് ബൈ 1000. ഒരാളുടെ കയ്യിൽ എത്രയാണോ ഇൻറ്റു 100. ഇത് 0, ഈ 0 നമ്മൾ കിട്ടി, ഇതും ഇതും കിട്ടി. ഇപ്പോൾ എത്ര കിട്ടി? 8023 ഡിവൈഡഡ് ബൈ 10. 8023 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 8023 ഡിവൈഡ് ബൈ 10 അല്ലേ? അപ്പം ഇങ്ങോട്ട് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഔട്ട് ഓഫ് 100 ആണ്. അപ്പം നമ്മൾ പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തൊരു ഡെസിമലിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കാൻ പോവുകയാണ്. 0.016. അപ്പോൾ എന്താണ്? 2 പ്ലേസ് നമ്മൾ റൈറ്റിലേക്ക് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ 2 പ്ലേസ് അപ്പുറത്തോട്ട് മാറ്റുമ്പോൾ എത്രയായി? 1.6%. ഇതാണ് ഉത്തരം. അല്ല, നമ്മൾ ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതിക്കേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 16 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞിട്ട് 1 2 3 അല്ലേ? 3 zeros ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് 1000 ഇസിക്കൽ ടു 16. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് 1 ഇസിക്കൽ ടു 16 ഡിവൈഡഡ് ബൈ 1000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 100 ഇസിക്കൽ ടു ഒരാളുടെ കയ്യിൽ എത്രയാണോ 16 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100. ഈ 2 0 കിട്ടി, ഈ 2 0 കിട്ടി. നമുക്ക് എത്ര കിട്ടി? 16 ഡിവൈഡഡ് ബൈ 10. 16 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എന്ത് എഴുതാം? എത്ര 1 കഴിഞ്ഞിട്ട് എത്ര 0 ആണ്? ഒരു 0. അപ്പോൾ നമ്മൾ അത്രയും ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കും. ഔട്ട് ഓഫ് 100 അല്ലേ? അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ്. കണ്ടോ, ഇത് സെയിം ആണോ? ഇത് 2 സെയിം അല്ലേ? 1.6 മുകളിലും 1.6 തന്നെ അല്ലേ? കാണാമോ? കണ്ടോ, 2 ഉത്തരവും സെയിം തന്നെ. അടുത്ത ഒരെണ്ണം 2.53. ഈ ഡെസിമലിനെ നമ്മൾ എന്താക്കണം? പെർസെൻറ്റേജ് ആക്കണം. നമ്മൾ ഈസി മെത്തേഡിൽ എന്താണ്? 2 പ്ലേസ് അപ്പുറത്തോട്ട് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 253 എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ 253%. ഇതാണ് കറക്റ്റ്. ഇതിനെ നമുക്കിനി എന്ത് എഴുതാം? ഫ്രാക്ഷൻ ആക്കി എഴുതാം. 2.53 നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എന്ത് എഴുതും? 253 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞിട്ട് എത്ര 0? 1 2 2. കണ്ടോ, ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയേ? ഔട്ട് ഓഫ് 100 ഇസിക്കൽ ടു 253. ഔട്ട് ഓഫ് 100 തന്നെയല്ലേ നമുക്ക് കിട്ടിയേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എന്തിട്ട് കൊടുക്കാം? പെർസെൻറ്റേജ്. കിട്ടിയോ?
ഈ ഉത്തരവും ഇതും സെയിം തന്നെയല്ലേ? കാണാമോ? ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെസിമൽ നമ്മൾ എഴുതുകയാണ് 3.7. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നത്? ഓൾ നമ്പർ ആക്കുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് 1 കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര 0 ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇനി അടുത്ത് വേറെ നമുക്ക് നോക്കാം. 0.15 എങ്ങനെ വന്നു? ആദ്യം ഓൾ നമ്പർ ആക്കുക, അതിനെ ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും, എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും 0s ഇട്ട് കൊടുക്കുക. ഇനി വേറെ നോക്കാം. 0.125 സിക്കൽ ടു അതിന് ഓൾ നമ്പറാക്കി 125 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3. അപ്പോൾ അത്രയും 0 ഇട്ട് കൊടുക്കുക. 1 2 3. കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം. ഈ ഡെസിമൽസിൻ്റെ എല്ലാം ഫ്രാക്ഷൻ ഫോം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 10 37. അപ്പോൾ ഔട്ട് ഓഫ് 1 നമ്മൾ കണ്ടുപിടിക്കുക. 100ലുള്ള കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഔട്ട് ഓഫ് 1 എത്രയാണോ ഇൻറ്റു 100. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 100 15. ഔട്ട് ഓഫ് 100 15 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെർസെൻറ്റേജ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 1000 125. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട് ഓഫ് 1 കണ്ടുപിടിക്കുക. ഔട്ട് ഓഫ് 1 ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ്. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം നോക്കാം. എക്സസൈസ് 6Bയിലെ ബി ഏതാന്ന് നോക്കാം. കൺവേർട്ട് ദീസ് പെർസെൻറ്റേജസ് ടു ഡെസിമൽസ്. നമുക്ക് എന്താണ്? ഇതെല്ലാം ഡെസിമൽസ് ആക്കി മാറ്റണം. എങ്ങനെയാണ് നമ്മൾ ഡെസിമൽസ് ആക്കി മാറ്റുന്നത്? 5%. ക്വസ്റ്റ്യൻ നമ്പർ 1 5%. 5% എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതി കൊടുക്കുന്നത്? 5/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾ നമ്പറിനെ ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് ഡിവൈഡ് ബൈ 100 അല്ലേ? അത്രയും എന്താണ്? 2 ഡിജിറ്റ്സ് ഇങ്ങോട്ട് മാറ്റി, എങ്ങോട്ട്? ലെഫ്റ്റിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ 1 2. അപ്പൊ 0.15. കണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെസിമൽസിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ നേരെ തിരിച്ചുള്ള സംഭവം. ഇനി അടുത്ത് നോക്കിക്കേ. 28% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഇസിക്കൽ ടു ഇതിനെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ട് ഓഫ് 100 28 എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നിട്ട് ഈ ഓൾ നമ്പർ ഇങ്ങോട്ട് എഴുതി കൊടുത്തു. ഏതാണ്? 28 എന്ന് എഴുതി കൊടുത്തു. 2 പോയിന്റ് ശരിയല്ലേ? 2 0 ഉണ്ടായിട്ട് 2 പോയിന്റ് 1 2 ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക. 0.28. ഇനി നമുക്ക് ഇതിന്റെ എളുപ്പമാർഗം നമുക്ക് നോക്കാം. മൂന്നാമത്തെ 325% സിക്കൽ ടു 325 ഡിവൈഡഡ് ബൈ 100 സിക്കൽ ടു അത് അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. 2 പോയിന്റ് ലെഫ്റ്റിലേക്ക് 1 2 ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ എന്താക്കി? പെർസെന്റേജസിനെ ഡെസിമൽസ് ആക്കി മാറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എളുപ്പമാർഗം നോക്കാം. പെർസെന്റേജ് ആക്കുന്ന ഈ 5% എന്നല്ലേ, ഇതിന്റെ 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെസിമൽസ് ആയിട്ട് മാറും. 5% 2 പോയിന്റ് ഇപ്പുറത്തോട്ട് മാറ്റി 1 2 എവിടെ? ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് നോക്കിയേ. 28 2 പോയിന്റ് ലെഫ്റ്റിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.28. കണ്ടോ? അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യാതെ തന്നെ ഏതാണ്? നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റാതെ തന്നെ വേണമെങ്കിൽ ഈസി മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇനി ഇത് എന്താണ്? 2 പോയിന്റ് ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 3.25 ശരിയല്ലേ? ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെർസെന്റേജസിനെ ഈസി ആയിട്ട് നമുക്ക് എന്തുമായിട്ട് മാറ്റാം? ഡെസിമൽസ് ആക്കി മാറ്റാം. അത് ഒരു ഈസി വേ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. 125.5% എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 2 പോയിന്റ് ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു പോയിന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 0.125. ഇതാണ് ഡെസിമലിലാക്കുമ്പോൾ. ഇനി അല്ലാതെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12.5 ഡിവൈഡഡ് ബൈ
100 സിക്കൽ ടു നമ്മൾ എന്ത് എഴുതി കൊടുക്കും? ഇത് 2 പോയിന്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റുക. ശരിയല്ലേ? 100 അല്ലേ? അപ്പോൾ 0.125 കിട്ടിയോ? ഇനി അടുത്ത ഒരു കണക്ക് നമുക്ക് നോക്കാം. 5 0.75% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.75 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. ഇവിടേക്ക് 2 പോയിന്റ് ലെഫ്റ്റിലേക്ക് മാറ്റുക. 0075 ഇതാണ് ഡെസിമലിൽ. അല്ലാതെ ഈസി മെത്തേഡിൽ എങ്ങനെയാണ്? ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ 2 പോയിന്റ് 2 പ്ലേസ് മാറ്റി ഒരു പോയിന്റ് കൊടുത്തേക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടും. അടുത്ത ഒരെണ്ണം നോക്കാം നമുക്ക്. 6 എത്രയാണ്? 20.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 2 പോയിന്റ് ഇപ്പുറത്തോട്ട് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക. 2 പ്ലേസ് ഇപ്പുറത്തോട്ട് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക. 05. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ഫ്രാക്ഷൻ ആക്കിയ 20.5 ഡിവൈഡഡ് ബൈ 100. 100 ആകുമ്പോൾ എത്രയാണ്? 2 പോയിന്റ് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. 0.205. 2 സെയിം ആണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഓക്കെ. അപ്പം 2 പ്ലേസ് മാറ്റി ലെഫ്റ്റിലേക്ക് എന്താണ്? ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പൊ നമുക്കതിനെ ഡെസിമൽസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതാണ് 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡെസിമൽ ആക്കുമ്പോൾ 0.25. ഇതെത്രയാണ്? 1/2 എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടതാണ് 0.5. അടുത്ത് 3/4 എത്രയാണ്? 0.75. ശരിയല്ലേ? ഇതെല്ലാം നമ്മൾ ഡെസിമൽസ് ആക്കി കണ്ടതാണ്. ഇതെങ്ങനെ നമുക്ക് 0.25 എന്ന് കിട്ടിയ 1/4 ഇവിടെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 4. ഇവിടെ 1 പോകത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ 0 ചെയ്തു. 2 പ്രാവശ്യം എത്രയായി? 4 × 2 8. ശരിയല്ലേ? അപ്പൊ നമുക്ക് ബാക്കി എത്ര കിട്ടി? 2. ഇവിടെ 0 ഇട്ട് കൊടുത്തു. 20 എത്ര ടൈംസ് ആണ്? 5 ടൈംസ്. കണ്ടോ? 0.25 കിട്ടിയത് കണ്ടോ? ഇനി ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏതാണ്? ഹാഫ് എങ്ങനെയാണ് 0.5 ആയിരുന്നു? അപ്പൊ ഇവിടെ 20, ഇവിടെ 0 ആയി. ശരിയല്ലേ? ഓക്കെ. അടുത്ത നമ്മൾ പറഞ്ഞു 1/2 എന്ന് പറഞ്ഞ എത്രയാണ്? 0.5 ആന്ന് പറഞ്ഞു. അതെങ്ങനെ നമുക്ക് കിട്ടി? 2ഉം ഇവിടെ 1, ഇവിടെ 1ഉം ഇവിടെ 2ഉം. ഇത് പോകുമോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഇവിടെ 0 ആക്കി. 2ലാകുമ്പോ എത്ര ടൈംസ്? 5 ടൈംസ് 10. ശരിയാണോ? അപ്പം ഇത് കണ്ടോ? 0.5 ഇതിങ്ങനെ വന്നു. ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കിയായിരുന്നല്ലോ നമ്മള്. 3/4 സിക്കൽ ടു 0.75. എങ്ങനെ വന്നേ? നമുക്ക് ചെയ്തു നോക്കാം. 3/4 അല്ലേ? അപ്പൊ 3 ഇവിടെ 4 പോകുമോ? ഇല്ല. അപ്പം നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. 30. എത്ര ടൈംസ് ആണ്? 7 ടൈംസ് 28. എത്ര വന്നു? 2. 2 ആയപ്പോ എത്രയാണ്? 5 ടൈംസ്. 5 × 4 20. കണ്ടോ? 0.75. ഓക്കെ. ഇനി നമുക്ക് വേറൊരു കണക്ക് നോക്കാം. ഏതാണ്? കൺവേർട്ട് ദീസ് പെർസെന്റേജസ് ടു ഡെസിമൽസ്. 3.5%. എന്താണ് 3.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം. 3.5%. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുത്തു? 3.5 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോയിന്റ് ലെഫ്റ്റിലേക്ക് 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 0.35. അല്ല, ഈസി മെത്തേഡ് നമുക്ക് എങ്ങനെ ചെയ്യാം? 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റുക. 1 പിന്നെ ഒരു പ്ലേസും കൂടെ വേണം. സിക്കൽ ടു 0.035. ഓക്കെ.
നമ്മൾ ഈ 3.1/2% എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമുക്കറിയാം 1/2 എന്ന് പറയുന്നത് 0.5 ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്. ഇനി അത് അല്ലാതെ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇതിനെ നമ്മൾ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇനി ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അതിന് നമ്മൾ ചെയ്യേണ്ടേ, ഇത് തമ്മിൽ ഇൻഡു ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഇതുമായിട്ട് പ്ലസ് ചെയ്യുക. അപ്പം 3 × 2 + 1 അപ്പൊ എത്ര വന്നു? = 6 + 1 = 7. ശരിയാണോ? 7 എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് വന്നു. 7 എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് കിട്ടി. ശരിയല്ലേ? ഇതിന് നമ്മൾ എങ്ങനെ എഴുതുക? 7 / 2. ശരിയാണോ? 7 / 2%. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? 7 / 2. അപ്പൊ എത്ര വന്നു? 3 × 6. ശരിയല്ലേ? 1 ഇവിടെ വന്നു. ഇവിടെ നമുക്ക് ഈ 1 ഇതിൽ പോകാത്തത് കൊണ്ട് നമ്മളിവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ 0. എത്ര ടൈംസ് ആണ്? 5 ടൈംസ്. എത്ര കിട്ടി എന്ന് പറഞ്ഞാൽ 7/2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3.5% എന്ന് പറഞ്ഞാൽ എത്ര എഴുതി കൊടുക്കാം? 3.5 / 100. ശരിയാണോ? എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റി നമ്മളൊരു ഡെസിമൽ പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. 35. അല്ലാതെ തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എത്രയാണ്? ഇങ്ങനെ 0.035. ഇത് ഈസി മെത്തേഡ്. ഇത് നമ്മൾ അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടോ? ഇതിങ്ങനെയാണ് നമ്മൾ അല്ലാതെ ചെയ്യുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുകയാണ് 3/1/2 എന്നുള്ളത്. അത് നമുക്കറിയാം 3.5 ആണെന്ന്, കാരണം അത് 1/2 0.5 ആണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ രണ്ടിനെയും കൂടി ഇൻഡു ചെയ്ത് ഇതിനെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഇതിനെ രണ്ടിനെയും കൂടി ഇൻഡു ചെയ്യുക, ഇത് രണ്ടും, എന്നിട്ട് ഈ കിട്ടുന്ന പ്രോഡക്റ്റിനെ മുകളിൽ കിടക്കുന്ന ഡിജിറ്റുമായിട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ 3 × 2 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. 7നെ നമുക്ക് എന്ത് കിട്ടി? 7 / 2. അതില് ഇത് തന്നെയാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് ഇടുന്നത്. 7 / 2%. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ 3.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.5 / 100 = 0.035. ഓക്കെ. ഇനി എട്ടാമത്തെ ഒരു കണക്ക് 7.1/2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 7.1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5 / 100. ഈ പെർസെന്റേജിന് നമ്മൾ എന്താക്കാൻ പോവാണ്? ഡെസിമൽ ആക്കാൻ പോവാണ്. അപ്പം 2 പ്ലേസ് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 0.075. കിട്ടിയതുണ്ടോ? ഇനി നമുക്കിത് നോക്കാം. ഇത് നമുക്ക് 1/2 0.5 ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നേ? നോക്കിക്കോണം. 7.1/2%. അപ്പൊ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലെ രണ്ടിനെയും കൂടെ ഇൻഡു ചെയ്യുക. 7 × 2 + 1. ഇപ്പൊ എത്ര വന്നു? 14 + 1 = 15. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നേ? 15 / 2. ഇത് തന്നെ നമ്മൾ 2% ഡിനോമിനേറ്റർ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്യുക. 15 / 2. എത്ര കിട്ടി? 7 × 14. 1 അതിൽ പോകത്തില്ല, അതുകൊണ്ട് നമ്മളൊരു 0 ഇട്ടു, ഇവിടെ ഒരു 0 ഇട്ടു. 5. എത്രയാണ്? ഇതിനെ തന്നെ നമുക്ക് എന്തോ എഴുതാം? = 7.5% എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5 / 100 =
എങ്ങനെയാണ് ഡെസിമലിൽ എഴുതുന്നത്? 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് 0.075. നമ്മൾ എളുപ്പമാർഗത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 7.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. 7.5%. പെർസെന്റേജിനെ ഇതാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 2 ഇതും എന്നിട്ട് 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു പോയിന്റ് കൊടുക്കുക. 0.075. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇവിടെ വേറെ വല്ല എന്താണ് ഫ്രാക്ഷനും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയും കൂടെ കാണിച്ചു തന്നത്. ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ എന്താക്കണം? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഡെസിമൽസ് ആക്കി മാറ്റുക. വളരെ ഈസിയാണ്. ഓക്കെ, നമ്മുടെ വീട്ടിലൊരു കോഴിക്കുഞ്ഞ്. ആ കോഴിക്കുഞ്ഞിനെ നമ്മൾ ഒരു സൈഡിൽ 3 മിഠായും വെച്ച് കൊടുത്തു, ഒരു സൈഡിൽ 2 മിഠായും വെച്ച് കൊടുത്തു. കോഴിക്കുഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നതാന്ന് വെച്ചോ. അപ്പൊ കോഴിക്കുഞ്ഞിന് ഏത് മിഠായി എടുക്കാനായിരിക്കും ഇഷ്ടം? ഒന്നെങ്കിൽ ഈ 3 മിഠായി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇനി 2 മിഠായി സെലക്ട് ചെയ്യുക. അപ്പം കോഴിക്കുഞ്ഞ് ഏത് മിഠായി ആയിരിക്കും കഴിക്കുന്നത്? അവൻ കഴിക്കുന്നത് 3 മിഠായി ആയിരിക്കും. കൂടുതൽ മിഠായിയല്ലേ എല്ലാവരും സെലക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം കോഴിക്കുഞ്ഞ് ഏത് മിഠായി ആയിരിക്കും സെലക്ട് ചെയ്യുന്നേ? ദാണ്ടോ ഇങ്ങനെയായിരിക്കും അവൻ സെലക്ട് ചെയ്യുന്നത്. നോക്കാം, ഒന്നും കൂടെ നമുക്ക് വരച്ച് നോക്കാം. കണ്ടോ, അതിന്റെ വാ എങ്ങോട്ടായിരിക്കും ഇരിക്കുന്നത്? 3 മിഠായി ഉള്ളിടത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് നമ്മുടെ കോഴിക്കുഞ്ഞാണ്. ഓക്കെ, നമ്മുടെ കോഴിക്കുഞ്ഞ് എങ്ങോട്ടിരിക്കും? ആ 3 മിഠായി ഉള്ളിടത്തോട്ട്. എന്ന് പറഞ്ഞാൽ കൂടുതൽ എവിടാണോ ഉള്ളത് അവിടേക്ക് നമ്മൾ വാ ഇങ്ങനെ തുറന്നിരിക്കും. ശരിയല്ലേ? കോഴിക്കുഞ്ഞിന്റെ വാ ഇങ്ങനെ തുറന്നിരിക്കും. നമ്മുടെ കോഴിക്കുഞ്ഞാട്ടോ, കോഴിക്കുഞ്ഞിന്റെ വാ ഇങ്ങനെ തുറന്നിരിക്കും. ശരിയല്ലേ? ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം. ഇവിടെ 5 മിഠായിയും ഇവിടെ 1 മിഠായി. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞ് എങ്ങോട്ടായിരിക്കും വാ തുറന്നിരിക്കുന്നേ? കൂടുതലുള്ളിടത്തോട്ടായിരിക്കും കോഴിക്കുഞ്ഞ് വാ തുറന്നിരിക്കുന്നത്. ശരിയല്ലേ? ഇത് നമ്മുടെ കോഴിക്കുഞ്ഞാണേ. കോഴിക്കുഞ്ഞിനെ കണ്ട് ഡിനോസറിന്റെ കൂട്ടായി പോയല്ലോ. അപ്പൊ കോഴിക്കുഞ്ഞിന്റെ വാ എങ്ങോട്ട് തുറന്നിരിക്കുന്നു? 1, 2, 3, 4, 5 എണ്ണം ഉള്ളിടത്തോട്ട്. ഇവിടെ എത്ര എണ്ണമാണ്? 1 എണ്ണേ ഉള്ളൂ. അപ്പൊ എവിടാണോ കൂടുതൽ അവിടേക്ക് വാ ഇങ്ങനെ തുറന്നിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1, ഇവിടെ 4. ശരിയല്ലേ? ഏതാണ് ഗ്രേറ്റർ? 4 ആണ് ഗ്രേറ്റർ. എവിടാണോ കൂടുതൽ അവിടേക്ക് വാ ഇങ്ങനെ തുറന്നിരിക്കും. ഇപ്പൊ ഏകദേശം ശരിയായില്ലേ? അപ്പം എവിടെയാണോ കൂടുതലുള്ള അവിടേക്കായിരിക്കും വാ തുറന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം, വേറൊരു കണക്ക് നോക്കാം. നമ്മൾ 10 എഴുതി 6 എഴുതി. എവിടെയാണോ കൂടുതൽ അവിടേക്ക് വാ തുറന്നിരിക്കും കോഴിക്കുഞ്ഞിന്റെ. ശരിയല്ലേ? 10 ഈസ് ഗ്രേറ്റർ ദാൻ 6. ഇനി വേറൊരു കണക്ക് നോക്കാം. നമ്മൾ 3, 4, 5 കണക്ക് എഴുതി. 6, 8, 3, 8, 8. ഇവിടെ നോക്കി, ഇവരിൽ ആരിലാണ് ഏറ്റവും കൂടുതൽ? 7 ആണ് 3യെക്കാട്ടിലും വലുത്. അപ്പൊ നമ്മൾ എഴുതി 7 ഈസ് ഗ്രേറ്റർ ദാൻ. കണ്ടോ, എവിടാണോ കൂടുതൽ അവിടേക്ക് നമ്മുടെ വാ തുറന്നിരിക്കും. ഏതാണ് നമ്മുടെ കോഴിക്കുഞ്ഞിന്റെ വാ? ഇവിടെ 6 ഈസ് ലെസ് ദാൻ 8. ശരിയല്ലേ? കോഴിക്കുഞ്ഞിന്റെ വാ 8ന്റെ അവിടേക്ക് തുറന്നു. ഇവിടെ എന്താണ്? 8, 2 8. അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? 2 ഈക്വൽ ആണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എക്സസൈസ് 6ബിയിലെ സി സെക്ഷൻ നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്, അല്ലെങ്കിൽ ഈ കോളം വിത്ത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ശരിയല്ലേ? 9/10 ഇവിടെ 9% എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ 9% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9/100. ശരിയല്ലേ? ഇതോ 9/10. നമുക്ക് 10ൽ 9 മാർക്ക് കിട്ടി, 100ൽ 9 മാർക്ക് കിട്ടി. ഏതാണ് കൂടുതല്? 10ൽ 9 മാർക്ക് എന്ന് പറഞ്ഞാൽ തോറ്റുപോയി, കുറവാ. ഇതോ 10ൽ 9 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് കൂടുതൽ. എവിടാണോ കൂടുതൽ അവിടേക്ക് നമ്മള്
നമ്മുടെ കോഴിക്കുഞ്ഞിന്റെ വാ തുറന്നിരിക്കും. ശരിയല്ലേ? അപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ കോളം വിത്ത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. കണ്ടോ? നമുക്കിത് കിട്ടിയത് കണ്ടോ? ഇനി വേറൊരു കണക്ക് നമുക്ക് നോക്കാം. ഇതും നമ്മള് അതേപോലെ ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, ഈക്വൽ ടു ആണോ എന്ന് 35/100. അപ്പൊ അപ്പുറത്തും അതുപോലെ തന്നെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുക. രണ്ടിടത്തും ഒരേപോലെ തന്നെ ആക്കുക. 100. ഇവിടോ 35% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35/100. ഇത് രണ്ട് സെയിം അല്ലേ? നോക്കിക്കേ. അപ്പൊ നമ്മൾ എന്തൊട്ട് കൊടുക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു. ഇത് രണ്ട് സെയിം അല്ലേ? അപ്പൊ ഈക്വൽ ടു ഇട്ട് കൊടുത്തു. ശരിയാണോ? ഓക്കെ. ഇനി അടുത്തൊരു കണക്ക് നോക്കി. 5/100 50%. 5/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? കണ്ണുടച്ച് നമ്മൾ ഇതിനെ പെർസെന്റേജ് ആക്കുമെന്ന് വെച്ചോ. ഇതിനെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 5%. ഇതാണെങ്കിലോ 50%. അപ്പൊ രണ്ട് സൈഡ് നമ്മൾ ഈക്വൽ ആക്കണമെന്നേ ഉള്ളൂ. ഇതാണോ കൂടുതൽ? 5% ആണോ 50% ആണോ കൂടുതൽ? 50%. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞിന്റെ വാ അങ്ങോട്ട് തുറന്നിരിക്കും. ഇതല്ലാതെ തന്നെ നമുക്ക് വേറെ ഏത് രീതി ചെയ്യാം? ഇവിടെ 5/100 എന്ന് എഴുതി, അതുപോലെ തന്നെ നമ്മൾ 5/100 എന്ന് എഴുതി ഇത് മാറ്റിയത്. 5/100 ഇതെന്താണ്? 50% എന്ന് പറഞ്ഞാൽ എന്താണ്? 50/100. എനിക്ക് 100-ൽ 50 മാർക്ക് കിട്ടി, എനിക്ക് 100-ൽ 5 മാർക്കേ കിട്ടിയുള്ളൂ. എവിടാ കൂടുതൽ? ഇവിടാണ് കൂടുതൽ. എങ്ങനെയാണേലും നമുക്ക് ഈ രണ്ട് സൈഡും ഈക്വൽ ആക്കുക. ഒന്നെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ ആക്കുക, അല്ലെങ്കിൽ നമ്മൾ പെർസെന്റേജിലാക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കൂടുതലാണോ കുറവാണോ. എന്നിട്ട് നമ്മൾ ഇവിടെ ആൻസർ എഴുതി കൊടുക്കും. എവിടാണ് കൂടുതൽ? ഇതാണ് കൂടുതൽ. ഇതിലും അത് തന്നെയല്ലേ കിട്ടി, ഇതിലും അത് തന്നെയല്ലേ കിട്ടി. രണ്ട് ടൈപ്പിൽ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഓക്കെ. അടുത്തൊരു കണക്ക് നോക്കുക. 4.75%, 4.05%. ഇത് രണ്ടും പെർസെന്റേജ് തന്നെ കിടക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇത് ഏതാ ഗ്രേറ്റർ നോക്കിയാൽ മതി. 4.75 ഇവിടെ എത്രയാണ്? 4.05. എവിടാണ് കൂടുതൽ? ഇവിടെയാണ് കൂടുതൽ. 75 അല്ലേ? ഇവിടെ എത്രയാണ്? 05 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതി കൊടുക്കാം? ഇത് നമ്മള് എന്താണ് ഫ്രാക്ഷൻ ആക്കി എഴുതുവാണെങ്കിൽ 4.75 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? ഇവിടെ ആണെങ്കിലോ 4.05 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? എനിക്ക് ഒരു ബാങ്കിൽ ഞാൻ 100 രൂപ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര കിട്ടി? 4.75. ഇവിടെ എത്ര കിട്ടിയേ? 4.05. അപ്പൊ ഏതാണ് കൂടുതൽ? 4.75. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തൊരു കണക്ക് നോക്കാം. 57%-ഉം 5.7%-ഉം. ഇവിടെ രണ്ടും പെർസെന്റേജിൽ തന്നെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ വേറെ ഡൗട്ട് ഒന്നും അടിക്കണ്ട. എനിക്ക് 100-ൽ 57 മാർക്ക് കിട്ടി, എനിക്ക് 100-ൽ 5.7 മാർക്ക് കിട്ടി. ഏതാണ് കൂടുതൽ? 100-ൽ എനിക്ക് 57 മാർക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ വലിയ കണക്കുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ആറാമത്തെ ഒരു കണക്ക് നോക്കാം. 0.074% അല്ല, അത് ഡെസിമലിലാണ് കിടക്കുന്നത്. അപ്പൊ രണ്ട് സൈഡ് നമ്മൾ ഈക്വൽ ആക്കണം. 7.4%. ശരിയല്ലേ? ഈ ഡെസിമലിൽ കിടക്കുന്നതിനെ നമ്മൾ ഒന്നെങ്കിൽ പെർസെന്റേജിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇതും അതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എത്രയാണ്? 74 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞിട്ട് 1, 2, 3, 0. 1, 2, 3, 0. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 1000 എത്രയാണ്? 74 ആണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ എത്ര ഉണ്ട്? ഔട്ട് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 74 ഡിവൈഡഡ് ബൈ 1000. ശരിയാണോ? നമുക്ക് എത്ര കണ്ടുപിടിക്കണ്ടേ? ഔട്ട് ഓഫ് 100 എത്രയാണ്? ഒരാളുടെ കയ്യിൽ എത്ര ഉണ്ടോ ഇൻറ്റു 100. ഇവിടെയും വെട്ടി ഇവിടെയും വെട്ടി. എത്ര കിട്ടി നമുക്ക്? 74 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതി കൊടുക്കാം? ഇപ്പുറത്തോട്ട് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ലെഫ്റ്റിലേക്ക് മാറ്റി 7.4. ഔട്ട് ഓഫ് 100 അല്ലേ? 7.4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? 7.4. ശരിയല്ലേ?
7.4% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.4%. ഇത് രണ്ടും എന്താണ്? ഈക്വൽ അല്ലേ? ഈക്വൽ. അപ്പൊ ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുത്തു? ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതിനെ അല്ലെങ്കിൽ ഡെസിമലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇത് തന്നെ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. ഇനി അതേ കണക്ക് തന്നെ നമ്മുടെ മറ്റേ ഈസി മെത്തേഡ് വെച്ച് നോക്കി. എന്താണ്? ഒരു ഡെസിമലിനെ പെർസെന്റേജ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 പ്ലേസ് റൈറ്റിലേക്ക് മാറ്റി നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക, ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. ശരിയായോ? പെർസെന്റേജ് ആയി. ഡെസിമലിനെ പെർസെന്റേജ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 പ്ലേസസ് റൈറ്റിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? ഇത് സെയിം അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുക, 7.4%. അപ്പൊ ഇതിനു വേണ്ടിയാണ് നമുക്ക് ഈസി മെത്തേഡ്. മനസ്സിലായോ? അപ്പൊ നേരത്തെ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ഇത് ഈസി മെത്തേഡ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ കണ്ട കണക്കുകൾ നമുക്ക് നോക്കാം. ഡെസിമൽസിനെ പെർസെന്റേജസ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 പ്ലേസ് റൈറ്റിലേക്ക് മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 3.7 എന്ന് പറയുമ്പോൾ എത്ര വരും? 37012. ഇത്രയും പെർസെന്റേജ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ റൈറ്റിലേക്ക് പോവുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവുക. ഇനി ഈ പെർസെന്റേജിനെ നമുക്ക് ഡെസിമലിലാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് പോവുക. 2 പ്ലേസസ് ലെഫ്റ്റിലേക്ക് പോവുക. 3.7 ആണ് ഡെസിമലാക്കുമ്പോൾ. മനസ്സിലാവുന്നുണ്ട്? കണ്ടോ? ഇത് രണ്ട് സെയിം അല്ലേ? 3.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 370% റൈറ്റിലേക്ക് പോവുക. ഡെസിമൽസിനെ പെർസെന്റേജസ് ആക്കുമ്പോൾ ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 പ്ലേസസ് റൈറ്റിലേക്ക് പോവുക. പെർസെന്റേജസിനെ ഡെസിമൽ ആക്കുമ്പോൾ ഡെസിമൽസ് ആക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്ലേസസ് ലെഫ്റ്റിലേക്ക് പോവാം. കണ്ടോ? 3.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 370%. 370% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.7. കണ്ടോ? ഇത് രണ്ട് സെയിം അല്ലേ? മനസ്സിലായോ? അപ്പൊ ഇത് ലെഫ്റ്റിലേക്ക്, ഇത് റൈറ്റിലേക്ക്. കണ്ടോ? ഓക്കെ. വളരെ ഈസിയാണ് സംഭവം.